Hello everyone. Today we are going to discuss the topic recent issues related to development of adolescence. And before diving into the topic, one must clearly understand what adolescent stage really is. So, as we learned previously, adolescence is a period between childhood and adulthood. അല്ലേ? We also refer it as ടീനേജ് പീരീഡ്, അതായത് ചിൽഡ്രൻ അണ്ടർ 12 to 19 ഏജ് കാറ്റഗറിയാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. മാത്രമല്ല ഇവർ ഈ ടൈമിൽ കുറേ ഫിസിക്കലും ഇമോഷണലും സോഷ്യൽ ചേഞ്ചസ് എല്ലാം അണ്ടർഗോ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ചേഞ്ചസ് എല്ലാം അണ്ടർഗോ ചെയ്യുന്ന ടൈം അവർക്ക് ഇത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം, സ്ട്രെസ് ഉണ്ടാക്കാം, പിന്നെ ചിലരിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രസൻറ്റ് വേൾഡ് കണ്ടീഷനിൽ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലാണ്, ഫാമിലി പാറ്റേൺസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ടെക്നോളജിക്കും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ അവരുടെ ലൈഫിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് ദ ഫേസ് സെവറൽ ഇഷ്യൂസ്. അതവരെ പ്രോപ്പർ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ഇഷ്യൂസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Firstly, we are going to discuss information overload and adolescence. So, this term information overload was coined by American social scientist B.M. Gross in 1964 and popularized by Alvin Toffler through his book Future Shock. So, ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ when a person gets too much information at once and cannot decide what is important. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ പറയാണ് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് നാളെ വരുമ്പോൾ ഇതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ ആ ഒരു കുട്ടി എന്താ ചെയ്യുക? ഗൂഗിള്, യൂട്യൂബ് അതുപോലുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും സെർച്ച് ചെയ്യും അല്ലേ. അപ്പം ഈ പ്ലാറ്റ്ഫോംസൊക്കെ ആ കുട്ടിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ടൈം ഈ കുട്ടി ഏത് പഠിക്കണം ഏത് പഠിക്കണ്ട എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആവും അല്ലേ. ഈ ഒരു കണ്ടീഷനെയാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. അതായത് ഇത് കുട്ടികളിൽ കൺഫ്യൂഷനും സ്ട്രെസ്സും ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഡിസിഷനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു എഫക്റ്റ് ഓഫ് ഇൻഫോർമേഷൻ ഓവർലോഡ് ഓൺ അഡോളസൻസ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് വെറൈറ്റി ഓഫ് എഫക്ട്സ് ഓൺ അഡോളസൻസ്. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് പോയിന്റ് വൈസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് പുവർ പ്രോസസ്സിംഗ് ആണ്. അതായത് ഇറ്റ് എഫക്ട്സ് ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ക്വാളിറ്റി ഓഫ് അഡോളസൻസ്. അതായത് വെൻ ദർ ഇസ് ടു മച്ച് ഡാറ്റ ദെയർ ബ്രെയിൻ സ്ട്രഗിൾസ് ടു പ്രോസസ് ഇറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീഡിങ് ടു മെനി നോട്ട്സ് ബിഫോർ എക്സാംസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ് പ്രോപ്പർലി. ദെൻ സെക്കൻഡ് വൺ ഈസ് വീക്ക് മെമ്മറി. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷന് കിട്ടുന്ന ടൈം ഇറ്റ് എഫക്ട്സ് ദ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് റീകോൾ. ഓർത്തെടുക്കാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കുട്ടികൾ കീ പോയിൻറ്റ്സ് വായിച്ച് കഴിഞ്ഞ പാടന്നെ മറന്നു പോകുന്നില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാക്കും. ദെൻ തേർഡ് വൺ ഈസ് ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ്. ഇത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒക്കെ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് റെസ്റ്റ്ലെസ്നെസ്. ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടുകയും കുട്ടികൾ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഡീസെൻസിറ്റൈസേഷൻ. അതായത് ലേണേഴ്സ് ലോസ് ഇൻട്രസ്റ്റ് ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് ഇൻഫർമേഷൻ എക്സ്പോഷർ. കൂടുതൽ ഇൻഫർമേഷനായിട്ട് ബന്ധം വരുന്നതുകൊണ്ട് അവർക്ക് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുന്നതാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്പോഴും ന്യൂസ് വായിക്കുന്ന ഒരു കുട്ടിക്ക് ന്യൂസ് കാണുമ്പോൾ ഫീലിംഗ് ബോർഡായി തോന്നുക, ആ ഒരവസ്ഥ. ദെൻ സിക്സ്ത് വൺ ഈസ് ഇൻഫർമേഷൻ ഫാറ്റീഗ് സിൻഡ്രോം. അതായത് കുട്ടികളിത് ടയേർഡ്നെസ്, ലോ ഫോക്കസ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ദെൻ സെവൻത്ത് വൺ ഈസ് സ്ലോ ഡിസിഷൻ മേക്കിംഗ്. അതായത് കുട്ടികൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം ആവശ്യം വരും. എയ്ത്ത് വൺ ഈസ് ഇറ്റ് എഫക്ട്സ് ദ പേഴ്സ്പെക്റ്റീവ്.
അതായത് ലേണേഴ്സ് വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡീറ്റെയിൽസ് ആൻഡ് ദ ഓവറോൾ കോൺസെപ്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഫാക്ട്സ് എന്താണെന്ന് ഓർമ്മയുണ്ടാവും, പക്ഷെ അതിൻ്റെ ഓവറോൾ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. ദെൻ 9th വൺ ഈസ് റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി. അവർക്ക് അവരുടെ ജോബിലൊരു സാറ്റിസ്ഫാക്ഷനും കുറയും, അതുപോലെ അവരുടെ പ്രൊഡക്ടിവിറ്റിയും കുറയും. ഫോർ എക്സാമ്പിൾ, ഒരു റിസർച്ചിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും അവർ, പക്ഷേ അവരെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യൂല, കൂടുതലും റിസർച്ച് ചെയ്തിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. 10th വൺ ഈസ് ഇറ്റ് കോസസ് ആൻസൈറ്റി ആൻഡ് മെൻ്റൽ സ്ട്രെസ്. അതായത് കുട്ടികൾ കൂടുതൽ ഡാറ്റ ആയിട്ട് എക്സ്പോഷർ ആകുമ്പം അവരിൽ അത് കൂടുതൽ വേറി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. 11th വൺ ഈസ് പുവർ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ഓവർലോഡ് ലീഡ്സ് ടു ലാക്ക് ഓഫ് ഫോക്കസ്. The learners will not be able to focus during class, lectures, etc. Then last one is multitasking and hurry sickness. That is information overload creates multitasking behavior in children. It means doing too many things at once. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡിങ് വൈൽ ചെക്കിങ് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരേ ടൈം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും കുട്ടികളിൽ. ഇൻഫർമേഷൻ ഓവർലോഡും അതിൻ്റെ എഫക്ട്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഇഷ്യൂ. ഇറ്റ് ഈസ് നൺ അതർ ദാൻ സെക്ഷൽ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ചിൽഡ്രൻ ഓഫ് ടുഡേ. അതായത് ഇറ്റ് ഹാപ്പൻസ് വെൻ എ ചൈൽഡ് അണ്ടർ 16 ഈസ് എക്സ്പ്ലോയിറ്റഡ് ബൈ എ ഓൾഡർ പേഴ്സൺ യൂസിങ് ഹിസ് അതോറിറ്റി ഓർ ദെയർ പൊസിഷൻ. ഇതെന്ന് പറഞ്ഞാൽ വെറും എബ്യൂസ് ഓഫ് പവർ മാത്രമല്ല, ഒരു കുട്ടിൻ്റെ ട്രസ്റ്റും കൂടിയാണ് അവരവരുടെ മുതലെടുക്കുന്നത്. ഇതിൽ ഇറ്റ് ക്യാൻ ഇൻവോൾവ് ടച്ചിങ്, ഫോഴ്സിങ് സെക്ഷൽ ആക്ട്സ്, അതുപോലെ തന്നെ ഷോയിങ് പോണോഗ്രഫി ഓർ യൂസിങ് ദ ചൈൽഡ് ഇൻ സെക്ഷൽ കോണ്ടന്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ ഒരു കുട്ടിനെ ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് ചെയ്യുന്നതും, കുട്ടികളെ അഡൽട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നതും, ഇൻഅപ്രോപ്രിയേറ്റ് ഫോട്ടോസ് എടുക്കുന്നതും എല്ലാം ഇതിൽ ഉൾപ്പെടും. കോൺസിക്വൻസസ് ഓഫ് സെക്ഷൽ അബ്യൂസ് ആർ സിവിയർ ഓൺ ദ വിക്ടിംസ്. ഇത് ആ വിക്ടിംസിൽ സിവിയർ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പെട്ട വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്. അതായത് കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോവുക, അവരുടെ സെൽഫ് എസ്റ്റീം കുറയുക, അഡൽട്ട്സിനെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ അതിൻ്റെ ഒരു മേജർ എഫക്റ്റായിട്ട് പറയാം. ദർ ആർ മെനി അതർ മേജർ എഫക്ട്സ് ഓൾസോ. നമുക്കത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വൺ ഈസ് വിഡ്രോവൽ ബിഹേവിയർ. കുട്ടികൾ സോഷ്യൽ ഐസൊലേഷനിലേക്ക് പോകും. അതായത് ഈ വിക്ടിംസിൽ പിയർ ഗ്രൂപ്പായിട്ടുള്ള ടോക്കിങ്, പ്ലേയിങ് എല്ലാം കുറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ദെൻ അതുപോലെ തന്നെ അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, അതായത് നൈറ്റ് മെയർസൊക്കെ കാണാനിടയാവും. ദെൻ ദേ വിൽ ഹാവ് റിഗ്രസീവ് ബിഹേവിയർ. അവരവരുടെ ഏജിനെ കാട്ടിയും യങ്ങർ ഏജുള്ള ചിൽഡ്രൻ്റെ ബിഹേവിയർ കാണപ്പെടും. അതായത് ഫോർ എക്സാമ്പിൾ ബെഡ് വെറ്റിംഗ്, അല്ലെങ്കിൽ പാരൻ്റൽ കംഫേർട്ട് ആവശ്യം വരിക, ആ ഒരവസ്ഥയിലേക്ക് എത്തും. ദെൻ ചേഞ്ച് ഇൻ ഈറ്റിംഗ് പാറ്റേൺസ്. ചില കുട്ടികൾ ഓവർ ഈറ്റിംഗ് കാണാം, ചില കുട്ടികൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന കാണാം, അങ്ങനത്തെ ബിഹേവിയറൊക്കെ ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് ട്രസ്റ്റ്. അവർക്ക് അഡൽട്ട്സിനെ ട്രസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടായി മാറും. ദെൻ സെക്ഷലൈസ്ഡ് പ്ലേ, പിന്നെ ഏജ് ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ നോളജ്. അവരെ ഏജിനെ അറിയേണ്ട സെക്ഷൽ നോളജിനെക്കാട്ടും കൂടുതൽ അവർക്ക് അറിയുന്നുണ്ടാവും. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ എക്സ്പ്രഷൻ വിത്ത് അഡൽട്ട്സ്, പിന്നെ സഡൻ ചേഞ്ചസ് ഇൻ അക്കാഡമിക് പെർഫോമൻസസ് ടെ സ്റ്റഡീസൊക്കെ ബാക്കോട്ടേക്കാവും. ദെൻ ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിന്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാവും. ദെൻ വിക്ടിംസിൽ എക്സ്ട്രീം ഫിയർ റിയാക്ഷൻസ് ആയിരിക്കും, അതായത് പെട്ടെന്ന് പാനിക്കാവുക, ആ ഒരവസ്ഥയായിരിക്കും. ദെൻ പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക്, അല്ലെങ്കിൽ ഡെലിക്വൻസി, അല്ലെങ്കിൽ റണ്ണിങ് അവേ, ഇതിലേക്കെല്ലാം അവർ എത്തിപ്പെടും. അതായത് അവർ ആൽക്കഹോൾ, ഡ്രഗ്സ് അങ്ങനെയുള്ളതിൽ ആശ്രയം കണ്ടെത്തും. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സെക്ഷൽ അബ്യൂസിൻ്റെ കോൺസിക്വൻസസ് വളരെ സിവിയർ ആണല്ലേ. സോ ടു പ്രിവെൻറ്റ് സെക്ഷൽ അബ്യൂസ്, teachers and social workers can follow some measures to prevent and treat sexual abuse of children.
സോ അതിലുള്ള ചില കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. വൺ ഈസ് സ്ട്രെങ്തൻ ഫാമിലി റിലേഷൻഷിപ്സ്. അതായത് കൂടുതലും സെക്ഷൽ അബ്യൂസ് കാണുന്നത് ബ്രോക്കൺ ഫാമിലീസിലാണ്. സോ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫാമിലി ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ഈസ് സപ്പോർട്ട് സിംഗിൾ പാരൻറ്റ് ചിൽഡ്രൻ. സിംഗിൾ പാരൻസിന് ചിൽഡ്രനെ വളർത്തുന്നതിൽ സപ്പോർട്ട് കൊടുക്കാം. ഫാമിലി ഹെൽത്തിലുള്ള കൂടുതൽ നോളജ് നൽകാം. ദെൻ മെഡിക്കൽ ഓർ ലീഗൽ ഹെൽപ്പ് ഫോർ എബ്യൂസ്ഡ് ചിൽഡ്രൻ. ഈ അബ്യൂസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രന് മെഡിക്കലോ ലീഗലോ ഇങ്ങനെയുള്ള ഹെൽപ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ പ്രിവെൻറ്റ് ഓൺ ഗോയിങ് എബ്യൂസ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി എബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്കുള്ള കണ്ണിൽ പെട്ടാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. ദെൻ തെറാപ്പി ഫോർ ഇമോഷണൽ പ്രോബ്ലംസ്. ഇമോഷണൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ചിൽഡ്രനെ കണ്ട് അവർക്ക് തെറാപ്പിയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ ഓൺ സേഫ്റ്റി. കുട്ടികൾക്ക് അവരുടെ സേഫ്റ്റീനെ കുറിച്ച് കൂടുതൽ നോളജ് പ്രൊവൈഡ് ചെയ്യാം. ആ ടൈം ആരിലേക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ടേൺ ചെയ്യുമെന്നുള്ള അറിവൊക്കെ നൽകാം. ദെൻ സ്ട്രെങ്തൻ സ്കൂൾ ഹോം റിലേഷൻഷിപ്സ്. സ്കൂളിൽ മദർ PTAs ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സെക്ഷൽ അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദെൻ ഇനീഷ്യേറ്റ് ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക് ഇൻ സ്കൂൾസ്. അതായത് സ്കൂളിൽ ചിൽഡ്രൻസിനും പാരൻസിനും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്യുക. ദെൻ സ്റ്റാഫ് അവയർനെസ് ഓൺ എബ്യൂസ് സൈൻസ്. കുട്ടികളിൽ എന്തെങ്കിലും എബ്യൂസിൻ്റെ സൈന് കാണുകയാണെങ്കിൽ അതാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണമെന്ന് എല്ലാ സ്റ്റാഫിനും അവയർനെസ് നൽകുക. ദെൻ പ്രൊസീജിയേഴ്സ് ഫോർ ഹാൻഡ്ലിങ് എബ്യൂസ് കേസസ്. എല്ലാ സ്കൂളിലും ഒരു എബ്യൂസ് കണ്ടാൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള അവരുടേതായ പ്രൊസീജിയേഴ്സ്, ക്ലിയർ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. സോ ഇത്രയൊക്കെയാണ് സെക്ഷൽ അബ്യൂസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുള്ളത്. സെക്ഷൽ അബ്യൂസ് പോലെ തന്നെ അനദർ സിവിയർ ഇഷ്യൂ ഫേസ്ഡ് ടുഡേ ഈസ് സബ്സ്റ്റൻസ് അബ്യൂസ്. കുട്ടികൾ കൂടുതലായിട്ട് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അതായത് ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളിൽ. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയേഴ്സിൽ മേജർ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേജർ എഫക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കും ഇത് യൂസ് ചെയ്യുന്ന കുട്ടികളിൽ. അതായത് ടോളറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളിൽ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ പിന്നീട് കൂടുതൽ ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കപ്പെടും. അതുകൂടാതെ കുട്ടികൾ ഈ ഡ്രഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അവരിൽ വിഡ്രോവൽ സിംറ്റംസും ഉണ്ടാവുന്നതാണ്. സോ ഈ അഡോളസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിട്ടിക്കൽ പീരീഡാണ്. ഈ ടൈമിലാണ് അധിക കുട്ടികളും സ്മോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രഗ് യൂസിലേക്കെല്ലാം എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഏജിൽ കുട്ടികൾ ഇതിലേക്ക് എത്തിപ്പെടാൻ പല കോസസും പറയുന്നുണ്ട്. അതിൽ ചില കോസസാണ് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പാരൻ്റൽ സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിങ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻസ്, അതുപോലെ തന്നെ poorly defined and poorly communicated rules and expectation against drug use, പിന്നെ ഇൻകോൺസിസ്റ്റൻ്റ് ആൻഡ് എക്സസീവ്ലി സിവിയർ ഡിസിപ്ലിൻ. അതായത് കുട്ടികൾക്ക് ഒരു കണക്കിന് ഫ്രീഡം കൊടുക്കുകയും വേണം, അവരെ ഓവർ കൺട്രോൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു സബ്സ്റ്റൻസ് യൂസിലേക്ക് എത്തിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഫാമിലി കോൺഫ്ലിക്റ്റ് ആൻഡ് ബ്രേക്കേജ്. വീട്ടിലുള്ള പാരൻസ് തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നമൊക്കെ കുട്ടികളെ ഇതിലേക്ക് എത്തിക്കും. ദെൻ ഫേവറബിൾ പാരൻ്റൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് അഡോളസെൻ്റ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് യൂസ്. പാരൻസിന് ഇതിനോടുള്ള ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇതും കുട്ടികൾ ഇതിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ഇഫ് പാരൻസ് ആർ ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ അവർ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ അതും കുട്ടികളെ ഇതിലേക്ക് എത്തിക്കുന്നതാണ്. Now let's move on to the consequences of substance abuse. Substance abuse has severe consequences like sexual abuse. So some of the consequences are, first one, loss of life. അതായത് ഈ സബ്സ്റ്റൻസ് യൂസ് ഈസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ദ 3 leading causes to death among adolescents, that is accidents, homicides and suicides. Second one is
effect on physical health. Substance use increase the risk of fatal health conditions like cancer, heart diseases and respiratory illnesses. പിന്നെ ഈ ലോങ് ടേം യൂസ് ഓഫ് ആൽക്കഹോളും ഡ്രഗും കോസസ് ഡിസ്റ്റോർട്ടഡ് വിഷൻ, അതുപോലെ തന്നെ ഇറ്റ് ഇമ്പയർസ് മോട്ടോർ കോർഡിനേഷൻ, ദെൻ സ്ലർഡ് സ്പീച്ച്, അതുപോലെ തന്നെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഓർ സംടൈംസ് ഇറ്റ് ഈവൻ കോസസ് ഡെത്ത്. പിന്നെ ഇത് ലോങ് ടേം യൂസ് ചെയ്യുന്നവരിൽ ലിവർ ആൻഡ് ബ്രെയിൻ ഡാമേജും കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ഹെൽത്ത് റിസ്ക്സ്. അതായത് ഡ്രഗ് അഡിക്റ്റഡ് ആയ ടീൻസിൽ ഹൈ റിസ്ക് ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അതുപോലെ തന്നെ അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് ഇത്. അതുപോലെ തന്നെ പാരലൈസിസ്, ലോ വൈറ്റലിറ്റി, ദെൻ ഇഞ്ചുറീസ് ഓർ സംടൈംസ് ഈവൻ ഡെത്ത്. ദെൻ ഫോർത്ത് വൺ ഈസ് എഫക്റ്റ് ഓൺ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഈ ടീനേജ് ടൈം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ സ്റ്റിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ആ ഒരു ടൈമിൽ ഇങ്ങനെ എഡിക്റ്റീവായ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ബ്രെയിന് അഡൽട്ട്സിനേക്കാളും ഫാസ്റ്റർ ഫങ്ഷൻ ചെയ്യും. ഇത് ഈ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ ഫിസിക്കലി ഓൾട്ടർ ചെയ്യും. ആ ടൈമിൽ ഇവരുടെ ജഡ്ജ്മെൻറ്റ്സ് ഇമ്പയർ ചെയ്യുകയും അവർക്ക് പെട്ടെന്ന് തന്നെ എഡിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. ഫിഫ്ത്ത് വി ഹാവ് എഫക്ട്സ് ഓൺ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്. അതായത് ഡ്രഗ്സ്, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഇതെല്ലാം മെമ്മറി, ഫോക്കസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇതിനെ ഹാം ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഡിസ്റ്റോർട്ട്സ് പെർസെപ്ഷൻ ആൻഡ് കോസസ് പുവർ ജഡ്ജ്മെൻറ്റ്. ദെൻ വി ഹാവ് സൈക്കോളജിക്കൽ എഫക്ട്സ്. അഡോളസൻസിൽ ലോ സെൽഫ് കൺട്രോൾ ആയിരിക്കും. അതുപോലെ തന്നെ അവരിലെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ കൂടും. ദെൻ ഇറ്റ് ഓൾസോ കോസസ് ആൻസൈറ്റി, ഡിപ്രഷൻ, ലോ കോൺഫിഡൻസ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഇൻ അഡോളസൻസ്. ദെൻ വി ഹാവ് എഫക്ട്സ് ഓൺ അക്കാഡമിക് പെർഫോമൻസ്. അവർക്ക് പുവർ അറ്റൻഡൻസ് ആയിരിക്കും, ലോ ഗ്രേഡ്സ് ആയിരിക്കും, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ് ആയിരിക്കും. മെനി ഓൾസോ ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾസ്. ദെൻ എഫക്ട്സ് ഓൺ സോഷ്യൽ ബിഹേവിയർ ആണ്. ഇറ്റ് ഡാമേജസ് റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ ലൈഫ്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ലോൺലിനെസ്, ഇമ്പൾസീവ് ആക്ട്സ് ആൻഡ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. അതായത് ദേ സ്റ്റാർട്ട്സ് അവോയ്ഡിങ് ഫ്രണ്ട്സ് ആൻഡ് ബിക്കംസ് അഗ്രസീവ് അറ്റ് ഹോം. Now let's move on to the next issue. It is depression. It is the most common psychological problem of adolescence. It is a psychological disorder which involves intense feeling of sadness, lack of energy, and feeling of hopelessness and despair. And അതായത് നമുക്ക് ഡിപ്രഷനുള്ള കുട്ടികളിൽ we can see unhappiness, loss of pleasure in activities, lack of control, പുവർ സെൽഫ് വർത്ത്. അതായത് അവരവരെ തന്നെ ഭയങ്കര ചെറുതായിട്ട് കാണും. ആൻഡ് ഹോപ്പ്ലെസ്നെസ്. ഇറ്റ് ഈസ് ഓൾസോ സീൻ ദാറ്റ് അബൌട്ട് 15-20% ഓഫ് ടീനേജേഴ്സ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് വൺ മേജർ ഡിപ്രസീവ് എപ്പിസോഡ്. ആൻഡ് അതിൽ തന്നെ 2-8% സഫർ ഫ്രം ക്രോണിക് ഡിപ്രഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ seen that adolescent girls are about twice as likely as boys to experience depression. And ഈ ഡിപ്രഷൻ്റെ കുറിച്ചുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ടൈംലി ദെൻ ഇത് കുട്ടികളുടെ സോഷ്യൽ, അക്കാഡമിക് ആൻഡ് വൊക്കേഷണൽ ഫങ്ഷനിനെ ബാധിക്കുന്നതാണ്. സോ ഡിപ്രഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനി ഈ ഡിപ്രഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അതിന് ചില സിംറ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലേ? നൗ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദാറ്റ് സിംറ്റംസ്. In depressed teenagers, we can see the following symptoms. That is sadness or hopelessness. That is they always feel down or unhappy. Then they will have anxiety, irritability, anger or hostility. That is they will get easily annoyed or angry. They will also have frequent tendency to cry. Then they will withdraw from their friends and family. അതുപോലെ തന്നെ they will lose interest in ആക്ടിവിറ്റീസ്. അവർ ഓൾറെഡി എൻജോയ് ചെയ്തിരുന്ന ഹോബീസൊന്നും അവർ നോ ലോങ്ങർ എൻജോയ് ചെയ്യില്ല. ദെൻ ചേഞ്ചസ് ഇൻ ഈറ്റിംഗ് ഓർ സ്ലീപ്പിംഗ് ആക്ടിവിറ്റീസ്. അവർ ഒന്നെങ്കിൽ ഈറ്റിംഗ് ടു മച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ടു ലിറ്റിൽ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഇൻസോംനിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓവർ സ്ലീപ്പിംഗ് ആയിരിക്കാം. ദെൻ റെസ്റ്റ്ലെസ്നെസ് ഓർ എജിറ്റേഷൻ. ദെൻ ദേ വിൽ ഫീൽ ഗിൽട്ട് ഓർ വർത്ത്ലെസ്നെസ്. ദാറ്റ് ഈസ് ദേ വിൽ ഫീൽ ലൈക്ക് എ ഫെയിലർ ഓർ ദേ വിൽ ബ്ലെയിം ദംസെൽഫ്. ദെൻ അതുപോലെ തന്നെ അവർക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആൻഡ് എന്തൂസിയാസം ആയിരിക്കും. ഒന്നും ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ദെൻ ഫാറ്റീഗ് ഓർ ലാക്ക് ഓഫ് എനർജി.
ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്, അവർക്ക് അവരുടെ ഡെയിലി ടാസ്കിലും സ്റ്റഡീസിലൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ദെൻ ദേ വിൽ ഓൾസോ ഹാവ് സൂയിസൈഡൽ തോട്ട്സ്, ദേ വിൽ തിങ്ക് അബൌട്ട് ഡെത്ത് ഓർ സെൽഫ് ഹാം. സോ ഇത്രയാണ് ഡിപ്രഷൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. Now let's look at the causes of depression. There are several causes of depression. It can be categorized as below. First one is biological causes. That is, depression may be hereditary. That means family history of depression can, that is, if parents or some siblings suffered from depression, it may cause depression in younger sibling. Likewise, one's body's hormonal response to stress and hormonal changes and illness all can cause depression. അതായത് we all know that puberty is a period of emotional and physical changes, so it may sometimes result in depression. അതുപോലെ തന്നെ if they suffer from some illness, it also may cause depression. Then there is social causes. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാമിലി കോൺഫ്ലിക്ട്സ്. അതായത് ഇപ്പോൾ വീട്ടിൽ പാരൻസ് തമ്മിൽ അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിൽ അടിയാണെങ്കിൽ ഇറ്റ് മേ ലെഡ് ടു ഡിപ്രഷൻ ഇൻ ടീനേജേഴ്സ്. ലൈക്ക്വൈസ് ലോസ് ഓർ ബ്രേക്കപ്പ്, അതായത് ഇഫ് എ ലവ്ഡ് വൺ ഡൈഡ് ഓർ എൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ്, ഇറ്റ് മേ ഓൾസോ കോസ് ഡിപ്രഷൻ. ലൈക്ക്വൈസ് അക്കാഡമിക് പ്രഷർ, ഹെവി സ്കൂൾ വർക്ക് അല്ലെങ്കിൽ എക്സാം സ്ട്രെസ്, ഇറ്റ് മേ ഓൾസോ കോസ് ഡിപ്രഷൻ. ദെൻ ബുള്ളിങ്, അതായത് സ്കൂളിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുട്ടികൾ ഹറാസ് ആവുക, ടീസ് ചെയ്യപ്പെടുകയെങ്കിൽ ഇറ്റ് മേ ഓൾസോ കോസ് ഡിപ്രഷൻ. ദെൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, കുട്ടികളിൽ സ്കൂളിൽ പൂവർ പെർഫോമൻസിൽ ഉണ്ടാകുന്ന ടൈമിൽ അവരെ കോൺഫിഡൻസ് ലോ ആവും, ആ ടൈമിലും സംടൈംസ് ഇറ്റ് മേ ലെഡ് ടു ഡിപ്രഷൻ. ദെൻ പുവർ പാരൻറ്റിങ് ഓർ ലാക്ക് ഓഫ് സപ്പോർട്ട്, കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ലഭിക്കാണ്ട് വന്നാലും സംടൈംസ് ഇറ്റ് ലെഡ് ടു ഡിപ്രഷൻ. Then there are psychological factors. Factors like low self-esteem, low self-efficacy can cause depression. അതായത് they will not have enough belief in their own abilities. അതുപോലെ തന്നെ internal locus of control can also cause depression. Then low emotional intelligence can also cause depression. അതായത് they will have difficulty handling their own emotions. അതുപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ് സ്റ്റൈൽ, അതായത് അവരെപ്പോഴും വേസ്റ്റ് രീതിയിലായിരിക്കും കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജെൻഡർ സ്പെസിഫിക് കോപ്പിംഗ് സ്റ്റൈൽസ് ആണ്, അതായത് ബോയ്സിനും ഗേൾസിനും അവർ സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യുന്ന രീതി, അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ദിസ് ക്യാൻ ഓൾസോ ലെഡ് ഇൻ ഡിപ്രഷൻ. ദെൻ ദർ ആർ മെനി അതർ ഇവൻറ്റ്സ് ഓർ സിറ്റുവേഷൻസ് വിച്ച് ക്യാൻ കോസ് ഡിപ്രഷൻ. അതിൽപ്പെട്ട ചിലതാണ് ബുള്ളിങ് ഓർ ഹറാസ്മെൻറ്റ് അറ്റ് സ്കൂൾ, ചൈൽഡ് അബ്യൂസ്, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്, ലോങ് ടേം ഇൽനസ്, പുവർ പാരൻറ്റിങ് ആൻഡ് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ്. നമുക്കിപ്പോൾ ഡിപ്രഷൻ്റെ സിംറ്റംസ് അറിയാം, എന്തൊക്കെയാണ് ഡിപ്രഷനിലേക്ക് എത്തിക്കുക എന്നറിയാം. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ എഫക്ട്സ് ഓഫ് ഡിപ്രഷൻ ഇൻ അഡോളസെൻസ്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ എഫക്ട്സ് ഓഫ് ഡിപ്രഷൻ പോയിൻ്റ് വൈസ്. ഫസ്റ്റ്ലി, ഇറ്റ് മേ കോസ് പ്രോബ്ലംസ് അറ്റ് സ്കൂൾ, അതായത് കുട്ടികളിൽ പുവർ കോൺസെൻട്രേഷൻ ഉണ്ടാക്കും ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ലോവർ ഗ്രേഡ്സ്. ദെൻ റണ്ണിങ് അവേ ഫ്രം ഹോം, ചില ടീൻസ് ദേ വിൽ ലീവ് ഹോം ആസ് എ ക്രൈ ഫോർ ഹെൽപ്പ്. Another effect of depression is drug and alcohol abuse. That is, they try to self-medicate. They try to replace sadness with substances. Then there is low self-esteem. They feel worthless, ugly, or as a failure. Then there is internet addiction. They will spend too much time online to escape their problems. Then reckless behavior ആയിരിക്കും, that is, they will act reckless in driving, unsafe sex or substance use. അതുപോലെ തന്നെ they will have reckless behavior, that is, risky acts like reckless driving, unsafe sex or substance use. അതുപോലെ തന്നെ they may act violently, അതായത് especially boys who have been bullied may act out violently. Then deterioration of mental health ആണ്, that is, it will lead to eating disorders or self-harm. Then they will have suicidal tendency. It is seen that around 70% of people who attempt or die by suicide suffer from depression. So, from this we can understand that depression is a severe problem among adolescents. So far, we have discussed some of the problems or issues
related to the development of adolescence, which are information overload in adolescence, its effects, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, അതിൻ്റെ കോൺസിക്വൻസസ്, അതെങ്ങനെ ഡീൽ ചെയ്യാം. ദെൻ വി ഓൾസോ ഡിസ്കസ്ഡ് സബ്സ്റ്റൻസ് അബ്യൂസ്, ഇറ്റ്സ് കോസസ് ആൻഡ് കോൺസിക്വൻസ്. അതുപോലെ തന്നെ വി ഓൾസോ ഡിസ്കസ്ഡ് ഡിപ്രഷൻ, അതിൻ്റെ സിംറ്റംസ്, കോസസ്, എഫക്ട്സ്. സോ ഐ ഹോപ്പ് ദീസ് ഓൾ ടോപ്പിക്സ് ആർ ക്ലിയർ ടു യു. താങ്ക് യു.